ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ബിൽഡ് ഏതൊക്കെയെന്ന് സാധനങ്ങളൊക്കെ പരിചയപ്പെടാം. അതിന് മുന്നായിട്ട് ഈ ഒരു ബിൽഡ് എനിക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ, 2 PC ഉണ്ടെന്നൊന്നും പറയാൻ നിൽക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡേ അല്ല. നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡാണ്. നമ്മളിങ്ങനെ സബ്സ്ക്രൈബറിന് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കസ്റ്റമർ എന്നുള്ള ആ ഒരു ലെവലിലല്ല, ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് സബ്സ്ക്രൈബർ എന്നുള്ള ആ ഒരു ലെവലിൽ മാത്രമാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 30K ബഡ്ജറ്റിലുള്ള ഒരു PC ആണ്. അതായത് PC മാത്രം 30K. ഓക്കെ, 40K ആവും മൊത്തം സംഭവങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഏതായാലും കൊടുത്തേക്കാം. പിന്നെ ഇത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നും തരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇത് ബിൽഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബെഞ്ച് മാർക്കും കാണിച്ചു തരും. GTA 5 എത്ര FPS കിട്ടും അങ്ങനത്തെ സംഭവങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം ബിൽഡ് കിട്ടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് പാർട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ടൈം ലാപ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് മാത്രം കാണിച്ചിട്ട് ബാക്കിയൊക്കെ ടൈം ലാപ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്തേക്ക്. ഇനി ഇതിൻ്റെ ബെഞ്ച് മാർക്കിംഗ് വീഡിയോ ഒക്കെ വേറെ വരുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് എങ്ങനെ ഇതാക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 30K ബഡ്ജറ്റ് PC ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്ക് എന്തൊക്കെയാണെന്ന് നോക്കി ആദ്യം തന്നെ നമ്മുടെ പ്രോസസ്സർ നോക്കാം. ഓക്കെ, പ്രോസസ്സർ എന്ന് പറയുന്നത് Ryzen 5 3400G ആണ്. അതായത് ഒരു APU ആണ്. Vega ഗ്രാഫിക്സ് 11 വന്നിട്ടുള്ള ഒരു APU ആണ്. APU മീൻസ് CPU, അതായത് CPUവും GPU ഗ്രാഫിക് കാർഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനാണ് APU എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നുണ്ടാവും. ഇത് സ്പെക്ക് ഇട്ട സമയത്ത് Ryzen 3 3200G ആയിരുന്നു വിചാരിച്ചത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാത്തത് കൊണ്ടാണ് Ryzen 5 3400 എടുത്തത്. മാത്രമല്ല ആ ഒരു പ്രോസസ്സറിൻ്റെ പ്രൈസ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേർത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. Vega ഗ്രാഫിക്സ് 11 വരുന്നുണ്ട്. അതുപോലെ തന്നെ ത്രെഡ് കൗണ്ട് കൂടുതലാണ്, ക്യാഷ് മെമ്മറി കൂടുതലാണ്, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ആർക്കിടെക്ചർ സെയിം ആണ്, Zen Plus തന്നെയാണ്. 3200Gയിലും വരുന്നത് 34ലും വരുന്നത് സെയിം ആർക്കിടെക്ചർ ആണ്, Zen Plus ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഓക്കെ, 15,000 രൂപയുടെ അടുത്ത്. ഓക്കെ, 15,000 അല്ല. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള മദർബോർഡ് എന്ന് പറയുന്നത് ആസ്ട്രോക്കിൻ്റെ A320M-HDV എന്ന് പറയുന്ന ഒരു മദർബോർഡാണ്. ഇതൊരു നൈസ് മദർബോർഡാണ്. ഞാൻ എന്തുകൊണ്ട് ഗിഗാബൈറ്റ് ചൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഷോർട്ടേജ് കൊണ്ടാണ്. ഓക്കെ, അത് സാധനം കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോക്ക് ചൂസ് ചെയ്തത്. നല്ല മദർബോർഡ് തന്നെയാണ്, അത്യാവശ്യം നല്ല PCBs ഒക്കെ തന്നെയാണ് ഇതിൻ്റെതും. പിന്നെ നമുക്ക് നമ്മുടെ റാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർസെയറിൻ്റെ വെഞ്ചൻസ് 8GB സിംഗിൾ സ്റ്റിക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഭാവിയിൽ അപ്ഗ്രേഡബിൾ ആണ്. അപ്ഗ്രേഡബിൾ മീൻസ് 8GBയുടെ ഒരു സ്റ്റിക്കും കൂടെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ 16GBയുടെ ഡ്യുവൽ ചാനലായി. ഓക്കെ, ഇനി നമുക്ക് SSD നോക്കുകയാണ്. സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യുന്നത് SSD മാത്രമാണ്. ഓക്കെ, കാരണം 30K തന്നെ ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ SSD 120GBയുടെ SSD മാത്രം ചൂസ് ചെയ്യുന്നുള്ളൂ. അവൻ പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് അവൻ HDDയുടെ അപ്ഗ്രേഡ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് SSD മാത്രം കൊണ്ട് ബിൽഡ് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, വിൻഡോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ആകെ 40GB മാത്രം ഫ്രീ ഉണ്ടാവും. അപ്പം അതിൽ വലുതായിട്ട് ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല, കാരണം GTA 5 തന്നെ 100GB ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു 3000 രൂപയോടെ കൂട്ടിക്കഴിഞ്ഞാൽ തോഷിബയുടെ HDD ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ പവർ സപ്ലൈ ചൂസ് ചെയ്തിട്ടുള്ളത് ഫിംഗേഴ്സിൻ്റെ BlackBox എന്ന് പറഞ്ഞിട്ടുള്ളൊരു പവർ സപ്ലൈ ആണ്. ഫിംഗേഴ്സിൻ്റെ പവർ സപ്ലൈ പൊതുവെ ആരും ചൂസ് ചെയ്യാറില്ല. ഫിംഗേഴ്സിൻ്റെ BlackBox അത്യാവശ്യം നല്ല പവർ സപ്ലൈ ആണ്. നമ്മുടെ ആൻഡക്കിൻ്റെ ആറ്റം സീരീസിലൊക്കെ വരുന്ന ആ ഒരു ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു ഫിംഗേഴ്സിൻ്റെ BlackBox എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 ആണ്. ഓക്കെ, പിന്നെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് Chiptronex MX4 ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങളെ കണ്ടാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഇവിടെയൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും ബിൽഡിലോട്ട് കിടക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ബിൽഡിലോട്ട് കിടക്കാം. നമുക്ക് മദർ ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. കേട്ടോ, എൻ്റെ IO ഷീൽഡും അതുപോലെ തന്നെ ഡ്രൈവർ ഡിസ്ക്, സാറ്റ കേബിള്, പിന്നെ M.2ൻ്റെ ആ ഒരു സ്ക്രൂ, പിന്നെ യൂസർ മാനുവലുമാണ് ഇതിൽ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഏതായാലും മദർ ബോർഡ് എടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി ബിൽഡ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എല്ലാ ബിൽഡും ചെയ്യാറ്. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. അതിന് തന്നെ നമുക്ക് ഈ ഒരു സംഭവം അയച്ചെടുക്കണം. ഓക്കെ, അടുത്തതായിട്ട് പ്രോസസ്സർ പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്രോസസ്സർ ആദ്യം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യട്ടെ.
ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. സ്റ്റിക്കർ അവിടെ, നമുക്ക് സ്റ്റിക്കർ കിട്ടണം, സ്റ്റിക്കർ അതാണ്. ഓക്കെ, ഇതാണ് നമ്മളെ പ്രോസസ്സറും അതുപോലെ തന്നെ സ്റ്റിക്കറും, Ryzen 5ൻ്റെ സ്റ്റിക്കർ കണ്ടോ. ഇതാണ് നമ്മുടെ പ്രോസസ്സർ, Ryzen 5 3400 എന്ന് പറയുന്ന പ്രോസസ്സർ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എടുക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോസസ്സർ എന്ന് പറയുന്നത്, ഒരു ക്യൂട്ട് പ്രോസസ്സർ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ലിവർ മാറ്റി കൊടുത്തിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കുക. ഇത് ജസ്റ്റ് ഈ ലിവർ ജസ്റ്റ് താത്തിയാൽ മതി. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക, പ്രോസസ്സർ ഇളകുന്നുണ്ട് നോക്കുക. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്, പ്രോസസ്സർ അവിടെ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫാന് വെക്കാം. Ryzen 3200Gനെ അപേക്ഷിച്ച് അതിൽ വരുന്ന സ്റ്റോക്ക് ഫാനിലാറ് കുറച്ചുകൂടെ എന്താ പറയുക, ഭയങ്കര കട്ടി കൂടിയ ഫാനാണ്. ഇതിനെന്തും പേര് പറയും, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പിന്നെ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതിമ്പോൾ തെർമൽ പേസ്റ്റ് പ്രീ അപ്ലൈഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പം മദർ ബോർഡ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു AMDയുടെ ചിഹ്നം ഇങ്ങോട്ടാക്കി പ്ലേസ് ചെയ്യണം. ജസ്റ്റ് ഈ ഒരു സ്ക്രൂ ഓക്കെ, ഇപ്പോൾ ഏകദേശം കൺഫേമായി. ഇനി ജസ്റ്റ് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇത് സ്ക്രൂ ചെയ്യുമ്പോൾ ക്രോസ് ഡയറക്ഷനിൽ സ്ക്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ടൊരു സ്ഥലത്ത് ഫോഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. ഫോഴ്സ് അല്ല, പ്രഷർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിത് സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഈ ഒരു വയർ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിത് സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് റാം ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ അപ്പോൾ റാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ടാബ്ലറ്റിലോട്ട് പിടിപ്പിക്കണം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി വെക്കാൻ അവിടെ കാണിച്ചു തരാം. അവിടെ ആകെ മെസ്സാണ്, കണ്ടോ, ആകെ മെസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്യാബിനറ്റിലോട്ട് ഇത് മൂവ് ചെയ്യാം. അതിന് മുന്നേ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ SSD ഇതിലോട്ട് പ്ലേസ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. SSD പ്ലേസ് ചെയ്യാം. ഇതാണ് SSD, ഒരു നൈസ് SSD ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് കിങ്സ്റ്റൻ്റെ SSD ആണ്, ഹൈപ്രക്സ്. ഓക്കെ, അപ്പോൾ കിങ്സ്റ്റനെ അപേക്ഷിച്ച് കിങ്സ്റ്റന് ജസ്റ്റ് ഒരു ബ്ലാക്ക് ലുക്കാണ്, ഇത് ജസ്റ്റ് നല്ല അടിപൊളി വൈറ്റ് ലുക്കിൽ കണ്ടോ, നൈസ്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ, ആരും നോക്കില്ല. പീസ് ഇവിടെ ഫുള്ളി ബൂട്ടായി വന്നിട്ടുണ്ട്.
ഈ RGB കൺട്രോളബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ബാക്കി സോഫ്റ്റ്വെയർ കാര്യങ്ങളിലോട്ടൊക്കെ മൂവ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു ബിൽഡ് തന്നെ നമ്മൾ സബ്സ്ക്രൈബറിനെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഇതൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സോഫ്റ്റ്വെയറിങ് അങ്ങനത്തെ പരിപാടിയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ബിൽഡ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും ഒറ്റയ്ക്ക് സെറ്റപ്പ് മൊത്തം മാറിയല്ലോ എന്നുള്ളത്. അത് ഓൾറെഡി ഞാൻ മറ്റേ വൈൻഡ് അപ്പ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ ഫയലിൻ്റെ ആയിരുന്നു മിസ്സായി. ഞാൻ എഡിറ്റിംഗ് ടൈമിലാണ് അവർ അവസാനം എത്തിയ സമയത്താണ് ആ ഫയൽ കാണുന്നില്ല, അത് മിസ്സായി. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വേറെ ബിൽഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർലി അത് കൺഫേം ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ഒരു വീഡിയോ മിക്കവാറും 1 to 2 weeks കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം PC മൊത്തം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് സോഫ്റ്റ്വെയറും പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ആ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത വീഡിയോസ് നാളേക്ക് ആയിട്ട് വരുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോ, അതായത് വെനസ്ഡേ വരുന്ന വീഡിയോ എന്ന് പറയുന്നത് വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. പിന്നെ ഫ്രൈഡേ വരുന്ന വീഡിയോ നമ്മുടെ ഒരു PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു വീഡിയോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലത്തെ PCs ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഇവിടേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമർ എന്നുള്ള ആ ഒരു ക്ലയൻറ്റ് എന്നുള്ള ആ ഒരു ലെവലിലല്ല ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അവനക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പാക്ക് ചെയ്ത് അവന് കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 1 to 2 weeks ആയി. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ളവർക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഓൾറെഡി അത് ഞാൻ അയച്ചൊക്കെ കൊടുത്ത് കുറേ ദിവസമായി ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിട്ട് PC ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. കാരണം കുറേ തിരക്കുണ്ടായിരുന്നു, വേറെയും കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു, വേറെ ബിൽഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ തിരക്കൊക്കെ ആയിട്ടാണ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം കിട്ടിയത്. ഇനി മറ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. പിന്നെ വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഡ്രൈവേഴ്സ് വോയിസൊക്കെ ഇതാക്കുക എന്നുള്ള വീഡിയോസ് വരുന്നുണ്ട് ഈ ഒരു വീക്കൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം ID, ഡിസ്കോഡ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആയിട്ട് മറ്റന്നാൾ കാണാം. ബൈ.